Hello children, welcome to Hindi class. ഇന്നത്തെ ക്ലാസ്സിൽ बहुत दिनों के बाद എന്ന കവിതയിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. बहुत दिनों के बाद कविता किसकी रचना है? नागार्जुन. समान आशय वाली पंक्तियां कविता से चुनकर लिखो. खेत സ്വർണ്ണവർണ്ണവും ഫസലും से समृद्ध है. ഈ ആശയം വരുന്ന വരികൾ കവിതയിൽ ഏതാണ്? पगी सुनहली फसलों की मुस्कान. ग्रामीण भालाएं मेहनत करते हुए मधुर गीत गाते हैं. ഈ ആശയം വരുന്ന വരികൾ കവിതയുടേതാണ്. ധാൻ കൂട്ടത്തി കിശോരി की കോവിൽ കണ്ടി താൻ. മൂന്നാമത്തെ സെന്റൻസ് നോക്കൂ. തൻ മൻ को ऊर्जा देने वाली खुशबू फैल जाती है. ഈ വരികൾ കവിതയിൽ നോക്കൂ. मौसरी के ठेठर से तासे ठडके फूल. नेक्स्ट क्वेश्चन. गांव की गलियों की सुनहली धूली का एहसास हुआ? अपने गवी पगडंडी की चंदन वर्णी धूल. मनपसंद देहाती खाना चखने का मौका मिला. अब के मैंने जी पर तालम खाना खाया के नीचों से जी पर. बहुत दिनों के बाद कवि ने क्या देखा? വളരെ നാളുകൾക്ക് ശേഷം കവി എന്താണ് കണ്ടത്? സ്വർണ്ണവർണ്ണി ഫസലോം സേ സമൃദ്ധ ഖേത് ദേഖ. ധാന്യ വിളകളാൽ സമൃദ്ധമായ വയൽ കണ്ടു. बहुत दिनों के बाद कवि ने क्या सुना? വളരെ നാളുകൾക്ക് ശേഷം കവി എന്താണ് കേട്ടത്? गांव में मेहनत करने वाली बालिकाओं की മധുരഗീത. ഗ്രാമത്തിൽ പണിയെടുക്കുന്ന ബാലികമാരുടെ മധുരമായ പാട്ട്. गवई पगडंडी की चंदन वर्णी धूल. यहाँ गांव का कौन सा चित्र प्रकट होता है? गांव की गलियों की सुनहली धूली का चित्र. कविता से इन पदों की विशेषता सूचित करने वाले शब्द पहचान कर लिखे. ഫസൽ, താൻ, ഫൂൾ, ധൂൽ എന്നീ വാക്കുകൾക്ക് കവിതയിൽ ഉപയോഗിച്ചിട്ടുള്ള വിശേഷണ ശബ്ദം നോക്കാം. ഫസൽ സുൻഹലി ഫസൽ, താൻ കോകിൽ കണ്ടി താൻ, फूल तासी टटके फूल, धूल चंदन वर्णी धूल. അടുത്ത ക്വസ്റ്റ്യൻ കവിതക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. കവിതയുടെ ഭാവാർത്ഥം എഴുതുമ്പോൾ ആദ്യം കവിയെക്കുറിച്ച് എഴുതണം. हिंदी के प्रगतिशील कवि नागार्जुन की कविता है बहुत दिनों के बाद. ആ സെന്റൻസ് ആദ്യം എഴുതണം. സെക്കൻഡ് പാരഗ്രാഫിലെ കവിതയുടെ ആശയം എഴുതണം. इस कविता में कवि अपने गांव का वर्णन करते हैं. ഈ കവിതയിൽ കവി തന്റെ ഗ്രാമത്തെക്കുറിച്ചാണ് വർണ്ണിക്കുന്നത്. बहुत दिनों के बाद कवि अपने गांव में आते हैं. വളരെ നാളുകൾക്ക് ശേഷമാണ് കവി തന്റെ ഗ്രാമത്തിൽ എത്തുന്നത്. वे गांव के खेत में पके हुए फसल देखते हैं. അദ്ദേഹം ഗ്രാമത്തിൽ വിളഞ്ഞു നിൽക്കുന്ന പാകമായ ധാന്യവിളകളാൽ സമൃദ്ധമായ വയൽ കണ്ടു. मेहनत करने वाली युवतियों का गीत सुनते हैं. പണിയെടുക്കുന്ന യുവതികളുടെ പാട്ട് കേട്ടു. മൗൽസിരി ഫൂൾ की खुशबू सूंघते हैं. ഇലഞ്ഞിപ്പൂവിന്റെ സുഗന്ധം മണപ്പിക്കാൻ കഴിഞ്ഞു. गांव की गलियों की सुनहली धूल छूते हैं. ഗ്രാമത്തിലെ നടപ്പാതയിലെ മണ്ണ് തൊടാൻ സാധിച്ചു. मनपसंद देहाती खाना चखने का मौका मिला. മനസ്സിന് ഇഷ്ടപ്പെട്ട ഗ്രാമീണ ഭക്ഷണം കഴിക്കാൻ കഴിഞ്ഞു. മൂന്നാമത്തെ പാരഗ്രാഫിലെ ഈ കവിത बहुत सुंदर और सरल है. ഈ കവിത വളരെ മനോഹരവുമാണ് വളരെ സരളവുമാണ് എഴുതുക. 3 പാരഗ്രാഫായിട്ട് കവിതയുടെ ആശയം എഴുതണം.